എൻ്റെ പേര് യമുന എന്നാണ്. എനിക്ക് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ ഒരനുഭവമാണ് ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത്. എന്നെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. എനിക്ക് പ്രായം 29. അത്യാവശ്യം തടിയും നല്ല നീളവും നല്ല മെച്യൂരിറ്റിയുമുള്ള പ്രകൃതമാണ് എൻ്റേത്. ബാംഗ്ലൂരിൽ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ആ ഒരു ബിസി ലൈഫ് എന്നെ നന്നായി വീർപ്പ് മുട്ടിച്ചിരുന്നു. ദിവസങ്ങൾ ജോലിയും പാചകവും ഉറക്കവും പിന്നെ ഫോണിലുള്ള കളികളും ഒക്കെ ആയി ഇങ്ങനെ മുമ്പോട്ട് പോയി. അക്കാലത്ത് എനിക്കൊരു കാമുകനുണ്ടായിരുന്നു. അവൻ്റെ താമസം ജോലിയുമെല്ലാം ചെന്നൈയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ബാംഗ്ലൂരിലെ ജീവിതം ശരിക്കും എനിക്കൊരു വീർപ്പുമുട്ടലായി തുടങ്ങി. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു ചേഞ്ച് ആവട്ടെ എൻ്റെ ലൈഫിലെന്ന് വിചാരിച്ച് ഞാനൊരു ദിവസം ജിമ്മിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിനടുത്തുള്ള ജിമ്മിലേക്ക് ചേർന്നു. അപരിചിതരായ ആൾക്കാരുടെ മുന്നിൽ വ്യായാമം ചെയ്യാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാമുകനും എന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എനിക്കും പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെ പോയി തുടങ്ങി. അവിടെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ജിമ്മിലിടാനായിട്ട് പ്രത്യേകതരം ഡ്രസ്സും മറ്റ് കാര്യങ്ങളും വാങ്ങണമെന്ന് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പ്രകാരം എല്ലാ പുതിയ സാധനങ്ങളും വാങ്ങി നന്നായി അണിഞ്ഞൊരുങ്ങി തന്നെയായിരുന്നു എൻ്റെ പോക്ക്. അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോഴേക്കാണ് എന്നെ ഒരാൾ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഏകദേശം എൻ്റെ പ്രായമൊക്കെയാണ് അവന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ പലപ്പോഴും എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്തു. ആദ്യമൊക്കെ ഇടപെടാൻ എനിക്ക് നല്ല മടിയായിരുന്നു. പിന്നീട് ഞാൻ പതുക്കെ ചിരിക്കുകയും തലയാട്ടുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് എങ്ങനെയോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി പരസ്പരം സംസാരിക്കാൻ ശ്രമിച്ചു. നല്ല ഫ്രണ്ട്സായി മാറി ഞങ്ങൾ. ആ ബാംഗ്ലൂരിലെ കാലാവസ്ഥ സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. വൈകുന്നേരം പോലും അസഹനീയമായ ചൂട്. അങ്ങനെ നല്ല ചൂടുള്ള ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയി. അന്നത്തെ എക്സസൈസ് നല്ല ഹെവി ആയിരുന്നു. പ്ലാങ്ക് പൊസിഷനിൽ നിന്ന് ജിമ്മ് ചെയ്യാനാണ് ഞങ്ങളുടെ ജിം ട്രെയിനർ അന്ന് പറഞ്ഞത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആ പൊസിഷനിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് വിയർക്കാൻ തുടങ്ങി. എൻ്റെ പുറത്തും ഡ്രസ്സിലും കൂടെ വിയർപ്പുകൾ ഒളിച്ചിറങ്ങി. നല്ല ആയാസത്താൽ എൻ്റെ മസിലുകളൊക്കെ വിറക്കിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ എന്നെ നോക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അവൻ തന്നെയായിരുന്നു. അവൻ്റെ പേര് നിഖിൻ എന്നായിരുന്നു. അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നല്ല ചൂടാണല്ലേ? ഞാനും മറുപടി പറഞ്ഞു, അതെ, നല്ല ചൂടാണ്. ഈ കാലാവസ്ഥയിൽ എങ്ങനെ ജീവിക്കും ഇവിടെ? എനിക്കാണെങ്കിൽ ആകെ മടുത്തു ബാംഗ്ലൂർ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പരസ്പരം സംസാരിച്ചു. എൻ്റെ ബോയ് ഫ്രണ്ട് അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനായി പ്രത്യേകിച്ച് ഫ്രണ്ട്സും കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു. എനിക്ക് എപ്പോഴും പരസ്പരം നന്നായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ നല്ല സമാധാനം കണ്ടെത്തി അവനിൽ. ഒരു ദിവസം ജിമ്മിന് ശേഷം നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ പോയാലോ എന്നവൻ ചോദിച്ചു. ആദ്യമൊന്ന് മടിച്ചെങ്കിലും ഞാൻ പോയി. പക്ഷേ ഞാനിത് ബോയ് ഫ്രണ്ടിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു കഫേയിൽ പോയി. അവൻ ഇരിക്കുന്നതിൻ്റെ എതിർവശത്തിരുന്നു. അവനെ കാണാൻ അന്നൊരു പ്രത്യേക ഭംഗിയായി എനിക്ക് തോന്നി. കൂടുതൽ ഓപ്പണായി സംസാരിക്കാനും തുടങ്ങി. എൻ്റെ മുടി മുഖത്തേക്ക് വീഴുന്നത് കണ്ട് അവൻ അത് പിടിച്ചൊതുക്കി വെച്ചു. എനിക്ക് അന്ന് വരെ തോന്നാത്ത എന്തോ ഒരു അടുപ്പം അവനിലുണ്ടായി. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കാപ്പി കുടിക്കാനും ഇങ്ങനെ പുറത്ത് സംസാരിക്കാനും ഒക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീണ്ടും ഉണ്ടായ കൂടിക്കാഴ്ചയിൽ കുറച്ചുകൂടി ഞങ്ങൾ അടുക്കാൻ തുടങ്ങി. സമയം പോയതുപോലും ഞങ്ങൾ പരസ്പരം അറിയാതെയായി. ഇത്രയും ദൂരം തനിച്ച് എങ്ങനെ പോകുമെന്ന് ഞാൻ ഓർത്തു. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഈവനിങ്ങിനാണെങ്കിലും സംസാരിച്ച് സമയം ഏകദേശം 10-11 മണിയായിരുന്നു. അവൻ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പക്ഷേ
അപ്പോഴും എനിക്ക് അവനിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പാതിരാത്രി ആയതുകൊണ്ട് ഞാൻ അവനോടൊപ്പം അവൻ്റെ കാറിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ യാത്ര തുടങ്ങി. മറ്റൊരു യുവാവിൻ്റെ കൂടെ അയാളുടെ കാറിലിരിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കി. ദൂരവും യാത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചോ എന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ തമ്മിലുള്ള സംസാരം മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അവൻ ഓപ്പണായി എല്ലാം പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. എനിക്കെന്തോ ഒരു പ്രത്യേക താല്പര്യം അവനിൽ ഉടലെടുത്തു. പോകുന്ന വഴി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നന്നായി ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ അയാൾ എന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റും ഫ്രണ്ട്സിനെയും എല്ലാവരെയും പരിചയപ്പെടുത്തി. എന്നിട്ട് ഞങ്ങൾ പതുക്കെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അവിടെ എത്തിയ ഉടനെ ഞാൻ ഓടി റൂമിലേക്ക് കയറി. എന്നിട്ട് ബൈ പറഞ്ഞ് അവനും പോയി. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. അവനെ ഒഴിവാക്കണമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. പക്ഷേ അവൻ്റെ ശരീരവും സംസാരവും അവനിലേക്ക് കൂടുതൽ ആകർഷിച്ചു. അടുത്ത നിമിഷം ഞാൻ അവനോടൊപ്പം മറ്റൊരു കോഫി ഡേറ്റിങ്ങിന് പോയി. അന്ന് ഞാൻ അവനെ തിരികെ സംസാരിക്കുവാനും ഇടപെടാനുമൊക്കെ തുടങ്ങി. ഒരണക്കെട്ട് തകർന്നു പോയതുപോലെയാണെന്നോ അന്നത്തെ ദിവസം. ഞാൻ അവനെ എൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. ഞങ്ങൾ സംസാരിച്ചു, ചിരിച്ചു. അവൻ എൻ്റെ കൂടെ ഫ്ലാറ്റിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. എൻ്റെ കൂടെ ഫ്ലാറ്റിലേക്ക് വന്നു. അകത്തേക്ക് കയറി. ഞാൻ വാഷ്റൂമിലേക്ക് പോയി. കണ്ണാടി നോക്കി എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. ജിമ്മിൽ പോയതിനു ശേഷം എൻ്റെ ശരീരത്തിനും മുഖത്തിനും നല്ല മാറ്റമുണ്ട്. എല്ലാം നല്ല ഷേപ്പായി. ജിമ്മിൽ പോയപ്പോൾ ഉണ്ടായ വിയർപ്പ് ഇപ്പോഴും ശരീരത്ത് പോയിട്ടില്ല. എന്തായാലും ഈ തീരുമാനം വളരെ നന്നായി എന്നെനിക്ക് തോന്നി. ഞാൻ തിരികെ ഹാളിലേക്ക് വന്നപ്പോൾ സെറ്റിയിൽ ഒന്നും അറിയാത്ത പോലെ കിടക്കുകയാണ് അവൻ. ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ഇതെന്തോ സ്വാഭാവികമായ കാര്യമാണ്, ഈ വീട് അവൻ്റേതാണ് എന്നൊക്കെയുള്ള മട്ടിലാണെന്ന് തോന്നുന്നു കിടപ്പ്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ അവനെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി. നിന്നെ കാണാനിപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഷേപ്പൊക്കെ ആയി. എന്തായാലും നിൻ്റെ തീരുമാനം വളരെ നന്നായി. ഞാൻ തിരിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് നോക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി. അവൻ്റെ നോട്ടത്തിൽ ഞാൻ പ്രതികരിച്ചു. ഞാൻ അവൻ്റെ അടുത്തിരുന്നു. എൻ്റെ ശരീരം എന്തിനോ വേണ്ടി തുടിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുന്നത് പോലെയും എനിക്ക് തോന്നി. ഞാൻ അവൻ്റെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് ചാഞ്ഞിരുന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ അടക്കി വെച്ച എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാൻ അവനോട് പങ്കുവച്ചു. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു. ബെൽജിയം ചോക്ലേറ്റ് ആയിരുന്നു അത്. അതിൻ്റെ ഫ്ലേവർ അവന് നന്നായി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ അതെടുത്ത് പൊട്ടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. എനിക്ക് കാര്യം നന്നായി മനസ്സിലായി. ഞാൻ തിരിച്ചും ഒരു ചിരി ചിരിച്ചുകൊണ്ട് അത് തിന്നാൻ തുടങ്ങി. എനിക്കും ഈ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. ബോയ് ഫ്രണ്ട് വരുമ്പോൾ ഉപയോഗിക്കാറുണ്ടായിരുന്ന ബെൽജിയം ചോക്ലേറ്റാണിത്. ഈ ഫ്ലേവർ എന്നും ഒരു ഉന്മാദം നൽകുന്നതായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവ് അവന് സമ്മാനിച്ചു. അവനത് നന്നായി മണത്ത് നോക്കി. മണത്തതിന് ശേഷം ആ പൂവിനെ നന്നായി ഒന്ന് വിടർത്തി വെച്ച് നോക്കി. അത് നന്നായി വിടർന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അതിനെ നന്നായി ഒന്ന് വിടർത്തിയതിന് ശേഷം, ഇത്രയും പവിത്രമായൊരു പൂവ് നീ എനിക്ക് സമ്മാനിച്ചതിൽ ഒത്തിരി സന്തോഷമെന്ന് പറഞ്ഞു. അവനതിനെ ഒരു ചുംബനവും നൽകി അതിൻ്റെ തേൻ നുകർന്നുകൊണ്ടിരുന്നു. ബാക്കി സ്റ്റോറീസ് കേൾക്കാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആകണേ. അതിൽ ഫുൾ സ്റ്റോറി ഇട്ടേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.